നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം ഞാൻ ചൊല്ലുന്നു. നാം ഒരു നോയമ്പ് കാലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നോയമ്പ് കാലം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു, യേശു മനുഷ്യരായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ അവതരിച്ചു, മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ വീണ്ടും വരും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ക്രിസ്തീയ സഭ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണമാണ് ഇത്. സഭയെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ആരാധനയ്ക്കായി വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ. പക്ഷേ ഈ ആരാധനയ്ക്ക് സഭയ്ക്കൊരു കലണ്ടറുണ്ട്. അതിന് ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയും. സഭയുടെ ആരാധനാ വർഷം 2 പെരുന്നാളുകളെ ആധാരമാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ക്രിസ്മസ്, അതെല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി ആയിരിക്കും ക്രിസ്മസ്. മറ്റൊന്ന് ഈസ്റ്റർ, അതിൻ്റെ തീയതികൾ മാറിക്കൊണ്ടിരിക്കും. ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതി ആക്കിയതിൻ്റെ കാരണം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി സൂര്യദേവൻ്റെ പിറന്നാളായി ആഘോഷിച്ചുകൊണ്ടിരുന്ന ആ ദിവസം ക്രിസ്മസായി സ്വീകരിച്ചു, ഡിസംബർ 25. എന്നാൽ ഈസ്റ്റർ അതിൻ്റെ ഡേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. മാർച്ച് 21 ശേഷം വരുന്ന ഫുൾ മൂണിൻ്റെ ശേഷം വരുന്ന സൺഡേ ആണ് ഈസ്റ്റർ. മാർച്ച് 22 മുമ്പോ ഏപ്രിൽ 25 ശേഷമോ ഈസ്റ്റർ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ചർച്ചിന്, സഭയ്ക്ക് ഒരു കലണ്ടറുണ്ട്, ലിറ്റർജിക്കൽ കലണ്ടർ, അല്ലെങ്കിൽ അതിനെ ലിറ്റർജിക്കൽ ഇയർ എന്നും പറയാം. ഈ ഇയർ അല്ലെങ്കിൽ കലണ്ടർ ആരംഭിക്കുന്നത് ആഗമന നാളുകളോടുകൂടിയാണ്. അഡ്വൻറ്റ് എന്ന് പറയുന്ന നാളുകളോടുകൂടിയാണ്. ക്രിസ്മസിന് മുൻപ് 4 ഞായറാഴ്ചകളാണ് അഡ്വൻറ്റ് കാലങ്ങൾ അല്ലെങ്കിൽ ആഗമന കാലങ്ങൾ എന്ന് പറയുന്നത്. സഭയുടെ ജീവിതം അതാണ്, ആരംഭിക്കുന്ന അവിടെ മുതലാണ്. ആരാധനയുടെ വർഷം ആരംഭിക്കുന്നത് അഡ്വൻറ്റോടുകൂടി അല്ലെങ്കിൽ ആഗമന നാളുകളോടുകൂടിയാണ്. ആ കലണ്ടർ അവസാനിക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ഡേ, ഡിസംബറിൽ വരുന്ന സെൻറ്റ് ആൻഡ്രൂസ് ഡേ, അതിന് മുമ്പുള്ള ഓൾ സെയിൻസ് ഡേ, ഇവിടെ കൊണ്ടാണ് ആ കലണ്ടർ അവസാനിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അതുമൂലം ഉണ്ടായ വീണ്ടെടുപ്പിൻ്റെ ആഘോഷം, അതിൻ്റെ അവസാനം സകല വിശുദ്ധന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന ആ ദിവസം വരെയാണ് നീണ്ടുകിടക്കുന്നത്, ഓൾ സെയിൻസ് ഡേ വരെ. ഈ ഭൂമിയിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ എല്ലാം ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ദിവസം വരെ ഓർക്കുന്ന ദിവസമാണ് ഓൾ സെയിൻസ് ഡേ, സകല വിശുദ്ധന്മാരുടെ നാളുകൾ. അപ്പോൾ ആരാധന എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ് ആരാധന. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ വരവ് മുതൽ തൻ്റെ മരണം വരെ, അതിനുശേഷവുമുള്ള സഭയുടെ പ്രത്യാശ എവിടം വരെയോ നീണ്ടു നിൽക്കുന്നു, നിത്യജീവനിലേക്ക് എത്തുന്നത് വരെയുള്ള കാലയളവാണ് സഭയുടെ കലണ്ടറായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ സഭയുടെ കടമ ഇതാണ്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് ആഘോഷിക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആഘോഷിക്കുക. കർത്താവിൻ്റെ വരവ് മുതൽ കർത്താവിൻ്റെ ജീവിതം, പരസ്യ ശുശ്രൂഷകൾ, പിന്നെ ക്രൂശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ വീണ്ടും വരവ്, ഇവിടം വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ വർഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മൾ ആഘോഷിക്കുന്ന ആരാധനയിൽ കൂടെ. വേറെ എന്താണ് ആഘോഷിക്കാനുള്ളത്? ചാമ്പൽ ബുധനാഴ്ചയ്ക്ക് മുൻപ്
3 ഞായറാഴ്ചകൾ നോമ്പിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാലമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് 70-ാം ഞായർ, 60-ാം ഞായർ, 50-ാം ഞായർ എന്നൊക്കെയാണ് പേര് വിളിക്കുന്നത്. സെപ്റ്റുവാജെസിമ, സെക്സാജെസിമ, ക്വിൻക്വാജെസിമ എന്നൊക്കെയാണ് ആ വാക്കുകൾ. ഈ 3 ഞായറാഴ്ചകൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ സൃഷ്ടിപ്പ്, വീഴ്ച, വീണ്ടെടുപ്പ് എന്നീ 3 കാര്യങ്ങളാണ്. ദൈവം സകലത്തിൻ്റെയും കാരണഭൂതൻ, ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മോഹങ്ങൾക്ക് അധീനമായി വീണുപോയി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി വീണ്ടെടുപ്പ് സാധിച്ചു. ഇതാണ് മിസ്റ്ററി ഓഫ് റിഡംഷൻ. യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ രഹസ്യം അതാണ്. ഈ 3 സത്യത്തെ ആധാരമാക്കിയാണ് ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ആരാധനയുടെ അന്തസത്ത മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രോട്ടസ്റ്റൻ്റ് സഭകളും കത്തോലിക്ക സഭകളും നോമ്പ് കാലം 40 ദിവസമാക്കി ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഈസ്റ്റേൺ ചർച്ചസ് 50 ദിവസമാണ് നോമ്പ് കാലമായിട്ട് ആചരിക്കുന്നത്. ചാമ്പൽ ബുധനാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. അതിന് പേത്രത്ത എന്നാണ് ഒരു പേര് പറയുന്നത്. പേത്രത്ത എന്ന് പറഞ്ഞാൽ വിട പറയുക എന്നർത്ഥം. സകല മോഹങ്ങളോടും ഭക്ഷണത്തോടും ഒക്കെയുള്ള വിട പറയുന്ന ഒരു ദിവസമാണ് പേത്രത്ത. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ നോമ്പ് കാലങ്ങളാണ്. ഈ നോമ്പ് കാലങ്ങളിൽ അവർ നോമ്പ് ആചരിക്കുന്നു, ഈസ്റ്റർ വരെ. എന്നാൽ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളും വെസ്റ്റേൺ ചർച്ചസാണ്. അത് 40 ദിവസമായി ആ നോയമ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചാമ്പൽ ബുധനാഴ്ച ആരാധന അല്ലെങ്കിൽ നോയമ്പ് ആരംഭിക്കുന്നത്. പിന്നെയുമുണ്ട് 6 ദിവസം. ആ 6 ദിവസങ്ങൾ 6 ഞായറാഴ്ചകളാണ്. ഞായറാഴ്ചകൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും പ്രൊട്ടസ്റ്റൻ്റ് സഭയെ സംബന്ധിച്ചോളം നോയമ്പ് ദിവസങ്ങളല്ല. നോയമ്പായിട്ട് ദിവസം അതിനെ കണക്കാക്കുന്നില്ല. അതിനെ ഫീസ്റ്റ് ഡേയ്സ്, ആരാധിക്കുന്ന ദിവസം അതിനെ ഫീസ്റ്റ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നോയമ്പ് ആരംഭിക്കുന്നത് ആഷ് വെനസ്ഡേയോടുകൂടി, ചാമ്പൽ ബുധനാഴ്ചയോടുകൂടിയാണ് CSI സഭയും എല്ലാ പ്രൊട്ടസ്റ്റൻ്റ് സഭകളും കത്തോലിക്ക സഭകളും ആചരിക്കുന്നത്. അതാണ് ലെൻഡ് എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്. ലെൻഡ് എന്ന വാക്ക് ഓൾഡ് ഇംഗ്ലീഷിലെ ലെങ്ടേൺ എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്. പകൽ കൂടുകയും രാത്രി കുറയുകയും ചെയ്യുന്ന കാലയളവിനാണ് ലെൻഡൻ പീരീഡ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് സീസൺ കഴിഞ്ഞിട്ട് വരുന്ന സമ്മർ സീസണിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള കാലയളവാണ് ഈ രാത്രി കുറയുകയും പകൽ കൂടുകയും ചെയ്യുന്ന ദിവസങ്ങൾ. ലെങ്തനിങ് ഓഫ് ഡേയ്സ് ആൻഡ് ഷോർട്ടനിങ് ഓഫ് നൈറ്റ്സ്. രാത്രി കുറയുക, പകൽ കൂടുക. ആ കാലയളവിനാണ് ലെങ്ടൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലെൻഡ് എന്ന ഈ നോയിമ്പിന് പേര് വരുവാൻ കാരണം. ലെൻഡ് എന്നുള്ള ലത്തീൻ ഭാഷയിൽ 40 എന്നും അർത്ഥമുണ്ട്. ജർമ്മൻ ഭാഷയിലും അതിന് ആ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് AD 325 നിഖ്യായിൽ വെച്ച് കൂടിയ സുന്നഹദോസാണ് നോയമ്പ് കാലം 40 ദിവസം ആക്കണം എന്ന് തീരുമാനിച്ചു. നോയമ്പ് കാലങ്ങളിൽ 6 ഞായറാഴ്ചകളുണ്ട്. ഈ 6 ഞായറാഴ്ചകൾക്കും പേരുമുണ്ട്. കൊത്തായിൻ സൺഡേ, ഗാർബോ സൺഡേ, മാസ്റ്ററിയോ സൺഡേ, കാനായിത്തോ സൺഡേ, കപ്പിത്തോ സൺഡേ, സിമിനിയോ സൺഡേ എന്നാണ്. ഇതെല്ലാം യേശു ചെയ്ത അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊത്തായിൻ സൺഡേ എന്ന് പറയുന്നത് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ അതാണ് സംഭവം. കുത്തിനോ എന്ന് അതിന് ആ സ്ഥലത്തിന് പേര് പറയും. യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി, അതാണ് കൊത്തായിൻ സൺഡേയിൽ നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തേത് മസ്രിയു, തളർവാദം വന്ന കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതിനെക്കുറിച്ചാണ് പറയുന്നത്. കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ എന്നാണ് അവിടെ പറയുന്നത്. കുഷ്ഠത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അവനെത്തിയവനാണ്. അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അവനെയാണ് യേശു
സൗഖ്യമാക്കുക. അതിനെക്കുറിച്ച് ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അതിനെ രണ്ടാമത്തെ നോയമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ച മസുരിയോ സൺഡേ എന്ന് പറയും. മൂന്നാമത്തേത് കാനായിത്തോ സൺഡേ എന്ന് പറയും. കനാന്യ സ്ത്രീയുടെ മകളെ യേശു സൗഖ്യമാക്കി. അതാണ് അന്ന് കർത്താവ് ചെയ്ത അത്ഭുതം. പിന്നെയുള്ളത് കൂനിയായ സ്ത്രീ യേശു സൗഖ്യമാക്കിയതിനെയാണ് കപ്പിത്തോ സൺഡേ എന്ന് പറയുന്നത്. അവസാനം സിമീനിയോ സൺഡേ എന്ന് പറയും. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അവന് കണ്ണേ ഇല്ലായിരുന്നു. അവന് കണ്ണുണ്ടാക്കി കൊടുത്തു, ചേറുപൂശി കണ്ണുണ്ടാക്കി കൊടുത്തു, ശീലോഹാംകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകിയപ്പോൾ ശുദ്ധനായിത്തീർന്നു. അങ്ങനെ അവൻ കാഴ്ചയുള്ളവനായിത്തീർന്നു. ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടുപോയ ശരീരങ്ങളും ആ ശരീരഭാഗങ്ങൾ പുനഃസൃഷ്ടിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്കാണ് കഴിയുന്നത്? അതുകൊണ്ട് ഈ 6 അത്ഭുത പ്രവൃത്തികളും കർത്താവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അത്ഭുത പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കാലങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെയും ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ ശുശ്രൂഷകളെ, അത്ഭുത പ്രവൃത്തികൾ മാത്രമല്ല, കർത്താവിൻ്റെ ശുശ്രൂഷകളെയും കുറിച്ചും തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുമാണ് പിന്നീട് പ്രസക്തമായ കാര്യങ്ങൾ. ഇതിനിടയിൽ യേശു അനേകരെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അതിലെല്ലാം കഴിഞ്ഞ ശേഷമാണ് പീഡാനുഭവ കാലങ്ങളിലേക്ക് യേശു പ്രവേശിക്കുന്നത്. യേശു യെരുശലേം ദേവാലയത്തിൽ ആഘോഷമായി പ്രവേശിക്കുന്നതാണ് പാം സൺഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. യേശു ആഘോഷമായി ആ തൻ്റെ ക്രൂശ് മരണത്തിനെ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുകയാണ്. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് യഹൂദന്മാർ ചോദ്യം ചെയ്തു. ആരാണ് നിനക്ക് അധികാരം തന്നത് എന്നൊക്കെ ചോദിച്ചു. യേശു കുറ്റക്കാരനാണെന്ന് അവർ നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുന്നു. കാരണം അവർ യഹൂദന്മാരുടെ ആചാരങ്ങൾക്ക് അനുസരണമല്ല യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും. അതുകൊണ്ട് യേശുവിനെ കൊല്ലണമെന്ന് അവരാഗ്രഹിച്ചു. ദേവാലയത്തിലെ പട്ടാളക്കാരുണ്ടായിരുന്നു, അവരെയൊക്കെ അയച്ചു യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അവർക്ക് പോയതിന് വേഗത്തിൽ തിരിച്ചു വന്നു. അവരെ കൊണ്ട് സാധിച്ചില്ല. യേശു വെള്ളത്തിന്മീതെ നടക്കുന്നവൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അങ്ങനെ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്യാനോ പിടിച്ചു കൊണ്ടുവരുവാനോ അവർ ധൈര്യപ്പെട്ടില്ല. അപ്പോഴാണ് യൂദായെ അവർക്ക് കൂട്ടുകിട്ടുന്നത്. യൂദ ഒരു സെലക്റ്റായിരുന്നു, അതായത് എരിവുകാരൻ ആയ ഇവരുടെ കൂട്ടത്തിൽ റവല്യൂഷണറി ഗ്രൂപ്പായിരുന്നു ഈ സെലക്ട്സ് എന്ന് പറയുന്നത്. അവർ എന്ത് അതിക്രമവും ചെയ്യും, കൊല ചെയ്യും, നക്സലൈറ്റ്സിനെ പോലെ ജീവിക്കുന്ന ആളുകളാണ്. ഇവരിൽ ഒരാളായിരുന്നു യൂദ. പക്ഷേ യൂദ ഒരു നല്ല നേതാവിനെ നോക്കി നടക്കുകയായിരുന്നു. സാധാരണക്കാരൊരാൾക്ക് അങ്ങനെ ഒരു നേതാവിനെ കിട്ടണം. നല്ലൊരു നേതാവുണ്ടെങ്കിൽ യേശുവിനും യഹൂദന്മാർക്കും എതിരെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ യൂദ ഒരു ദിവസം യേശുവിൻ്റെ പ്രസംഗം കേട്ടു. നല്ല യോഗ്യനായ ചെറുപ്പക്കാരൻ, ധീരൻ, ആരെയും കൂസാത്ത, ഭയമില്ലാത്ത ഒരാളെ കണ്ടു. ആ പ്രസംഗം കേട്ടു. ഇവനെ നമുക്ക് രാജാവാക്കാം, എങ്കിൽ ഒരു വിപ്ലവം ഉണ്ടാകും എന്ന് വിചാരിച്ച് യേശുവിൻ്റെ കൂടെ കൂടി. യേശുവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ടൊന്നുമല്ല അവൻ യേശുവിൻ്റെ ശിഷ്യനായത്. അവൻ്റെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. യഹൂദന്മാർക്കെതിരെ, അല്ല യഹൂദന്മാർക്കെതിരെയുള്ള ഒരു വിപ്ലവത്തിന് അവൻ തയ്യാറാകുകയാണ്. അങ്ങനെയാണ് യേശുവിനെ കൂട്ടുപിടിക്കുന്നതും യേശുവിൻ്റെ കോൺഫിഡൻസ് അവൻ സ്വീകരിക്കുന്നതും അവന് യേശുവിൻ്റെ ട്രഷററായിട്ട് നിൽക്കാൻ ഇടയാകുന്നത് വരെയുള്ള ബന്ധം അവൻ വളർത്തിയെടുത്തു. പിന്നീട് അവൻ യഹൂദന്മാരിലേക്ക് ചെന്ന് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, പിടിച്ചു തരാം. കാണിക്കാനൊന്നുമില്ല, യേശുവിനെ എല്ലാവർക്കും അറിയാവുന്ന യേശുവാണെന്നുള്ളത്. പക്ഷേ യേശുവിനെ പിടിക്കാൻ അവർക്കാർക്കും ഭയമാണ്.
ഇവൻ പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു, ഞാൻ ഉറുപ്പടങ്കം പിടിച്ച് തരാം എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അതിന് 30 വെള്ളിക്കാശും വാങ്ങിച്ചു. 30 വെള്ളിക്കാശ് അവന് പ്രശ്നമല്ല, കൂടുതൽ ചോദിച്ചിരുന്നതിൽ അവന് കിട്ടുമായിരുന്നു. 100 വെള്ളിക്കാശ് ചോദിച്ചതിനും കിട്ടിയേനെ. പക്ഷെ അവനത് ആവശ്യപ്പെട്ടില്ല, അവനതല്ല പ്രശ്നം. ഈ ഡീല് ശരിയാകണമല്ലോ, അതുകൊണ്ട് 30 ആയാലും മതി എന്ന് പറഞ്ഞ് 30 വെള്ളിക്കാശിന് അവൻ സമ്മതിക്കുക. അങ്ങനെയാണ് ആ യേശുവിനെ അവൻ ഉറുപ്പടങ്കം കയറി പിടിക്കാൻ, ചുംബിക്കുന്ന ഭാവേന വന്ന് അവനെ ഉറുപ്പടങ്കം പിടിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ യഹൂദി സെലക്ഷൻ ആളുകൾക്ക് അവനെ കീഴടക്കാൻ സാധിക്കും. യഹൂദന്മാരുടെ പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ രാജാക്കൾ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പുരോഹിതന്മാർക്ക് യേശുവിനെ തൊടാൻ പേടിയാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അവരതിനെ മുൻപോട്ട് വന്നില്ല. എന്നാൽ യൂദ പിടിച്ചു കൊടുത്തപ്പോൾ എളുപ്പമായി എന്ന് തോന്നി. അങ്ങനെയാണ് അവർ യേശുവിനെ പിടിച്ച് കൊണ്ടുപോകുന്നത്. പിന്നീടുള്ള കാലങ്ങൾക്ക് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് യേശുവിനെ വിചാരണ ചെയ്യുന്നതും അവസാനം മരണത്തിന് വിധിക്കുന്നതുമായുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു, സകല മനുഷ്യജാതിയെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു ജൈത്രയാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഒരു കഴുതയുടെ പുറത്താണ്, കുതിരപ്പുറത്തല്ല ജൈത്രയാത്ര ചെയ്യുന്നത്. അപ്പോൾ യേശു യാത്ര ചെയ്തു. അവിടെയും പിന്നെയും അവരെ 7 സദസ്സിൽ അല്ലെങ്കിൽ കോടതിയിൽ 7 പ്രാവശ്യം 7 കോടതിയിൽ മാറി മാറി യേശുവിനെ അവർ വിചാരണ ചെയ്തു. പക്ഷേ അതിനകത്തൊന്നും കിട്ടിയില്ല. അവസാനം ദേവാലയത്തെ ദുഷിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് കള്ളക്കേസുകളുണ്ടാക്കി പീലാത്തോസിനെ ഒരിക്കൽ കൊണ്ടുപോയി. പീലാത്തോസ് ഇവൻ നീതിമാനാണെന്നറിയാമായിരുന്നു. അതുകൊണ്ട് പീലാത്തോസ് വൈമുഖ്യം കാണിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുന്നതിന് അല്ലെങ്കിൽ ക്രൂശിക്കാൻ കൊടുക്കുന്നതിന് ശിക്ഷ വിധിക്കുന്നതിന് എതിരായി. ഇവനെ വിട്ടയച്ചേക്കും എന്ന് യഹൂദന്മാർ ഭയപ്പെട്ടു. അതുകൊണ്ടൊരു തുറുപ്പ് ചീട്ടെന്ന വണ്ണം അവരെഴുതി പറഞ്ഞു, നീ ഇവനെ വിട്ടയച്ചാൽ നീ കൈസറുടെ സ്നേഹിതനാകും എന്ന് പറഞ്ഞു. അവിടുത്തെ ഗവർണർമാരെ വിളിക്കുന്ന അങ്ങനെ കൈസറുടെ സ്നേഹിതൻ. ഈ കോടതിയിലെ കേസുകൾ ജഡ്ജിക്ക് അനുകൂലമായി വിധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അങ്ങനെ ഒരു പേര് വിളിക്കുന്നു. അവർക്കൊരു പ്രത്യേകിച്ച പേരുണ്ട്. ആ പേരിലാണ് അവൻ അറിയപ്പെട്ടത്. നീ കൈസറുടെ സ്നേഹിതനാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം. അതിൻ്റെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. നീ ഇവനെ വിട്ടയച്ചാൽ നീ കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്രൂശിൽ നീനെ ക്രൂശിക്കും. പീലാത്തോസിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ്. നീ ഇവനെ വിട്ടയച്ചാൽ നീ അതിന് പകരം ക്രൂശിക്കപ്പെടേണ്ടി വരും, നിനക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഭയപ്പെട്ടുപോയി. അങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് പീലാത്തോസ് വിധി എഴുതുന്നത്. യേശുവിൻ്റെ പീഡാനുഭവം പാഷൻ എന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയോ ഭീകരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. യേശു പ്രാർത്ഥിച്ചു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമെന്ന്. കാരണം യേശു ക്രൂശി മരണം കണ്ടിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഭീകരത മനസ്സിലാക്കിയിരിക്കണം. എങ്കിലും യേശു ക്രൂശിലെ വേദനയ്ക്കായി ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി തന്നെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന ഗത്സമേൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ദൈവേഷ്ടത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തു തന്നെ സമർപ്പിച്ചു. അങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഇടയായത്. വളരെ ഭീകരമായിരുന്നു യേശുവിനെ ക്രൂശിച്ചത് എന്ന് നമുക്കറിയാം. അവൻ്റെ ശരീരത്തിലെ എല്ലാ മാംസവും പറിച്ചു കളയത്തക്കവണ്ണമുള്ള അടിയാണ് കൊടുത്തത്. ചാട്ടവാറ് കൊണ്ടുള്ള അടി. പിന്നീട് മുൾക്കിരീടം ധരിപ്പിച്ച് യേശുവിനെ ക്രൂശിച്ചു. അതിഭയങ്കരമായ വേദനകൾ യേശു സഹിച്ചു.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 പരാജയങ്ങളുണ്ട്. ആ 7 പരാജയങ്ങളും യേശു സ്വന്തമായിട്ടേറ്റു. നിസ്സഹായനാകുക, തടവിലാകുക, ഇതൊക്കെ ക്രൂശിക്കപ്പെടുക, ഇതൊക്കെയാണ് 7 ക്രൂരമായ സംഭവങ്ങൾ. അതേഴും യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏൽക്കുവാനിടയായി. ഇത്ര ഭീകരമായൊരു മരണം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ടാഗോർ പറഞ്ഞിരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വേദന മനുഷ്യരാശിക്ക് നൽകുന്ന പ്രചോദനമാണ് എന്ന്. മോൾട്ട്മേൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ക്രൂസിഫൈഡ് ഗോഡ്, അതില്ലെങ്കിൽ പിന്നെ സുവിശേഷമില്ല, നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുമില്ല. അതുകൊണ്ട് കൊയാമ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒന്നുകിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് പറയണം, പറയുന്നില്ലെങ്കിൽ ഓരോ പ്രസംഗവും യേശുവിനെ ക്രൂശിക്കുന്നതിന് സമമാണ് എന്ന് പറയുന്നു. ക്രൂശിക്കപ്പെട്ടവന് മാത്രമേ ക്രൂശിൻ്റെ വേദന അറിയാനാവൂ. ക്രൂശിക്കപ്പെട്ടവന് മാത്രമേ ക്രൂശിൻ്റെ വിജയം അറിയാൻ സാധിക്കുകയുള്ളൂ. അത് നിത്യജീവന് നൽകുന്ന സംഭവമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ അങ്ങനെ കയറി മരിച്ചു. ആ മരണം അവസാനമല്ല, പിന്നെയോ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. നിത്യജീവന് നമ്മെ അവകാശികളാക്കി തീർക്കുന്നതും ഈ ക്രൂശിതനായ ഈ ദൈവത്തെ, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന, വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നിത്യമായ ജീവൻ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ സഭയുടെ ജീവിതത്തിലെ ഏറ്റവും 2 വലിയ സംഭവങ്ങളാണ് ക്രിസ്തുമസും ഈസ്റ്ററും. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ നിത്യജീവന് കാരണം. കാൾ ബാർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു, ദ ബൈബിൾ ടെൽസ് മീ സോ. ബൈബിൾ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളിനെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബൈബിൾ പറയുന്നു, അത് യേശുവിൻ്റെ വാക്കുകളാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത്. നാം ഓരോരുത്തരും മരിച്ചാലും ജീവിക്കുവാൻ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അതിനാധാരം. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു കഷ്ടപ്പാടുകൾ സഹിച്ചതും ക്രൂശുമരണം സഹിച്ചതും അവസാനം ക്രൂശിൽ മരിച്ചതും. പക്ഷേ നിത്യമായ ജീവിതത്തിലേക്ക് ദൈവം ആദ്യമേ പ്രവേശിപ്പിച്ച യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്കും ആ നിത്യമായ അനുഭവവും നിത്യമായ ജീവൻ പ്രദാനം ചെയ്യുന്നു.